സംവരണ സീറ്റായ ചിറയൻകീഴ് രമ്യ ഹരിദാസിനെ മത്സരിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിവാദം അല്ലെങ്കിൽ വലിയ പ്രശ്നം നടക്കുന്നുണ്ട്. അതായത് രമ്യ ഹരിദാസിനെ പോലുള്ള ആളെ എന്തിന് കെട്ടിയിറക്കി, എന്തിന് യോഗ്യരായവരൊക്കെ തിരുവനന്തപുരത്ത് തന്നെ ഉള്ളപ്പം എന്തിന് രമ്യ ഹരിദാസിനെ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ പറയുന്ന അവർക്കിടയിൽ തന്നെ ഉയർന്നു വരുന്ന പ്രധാന പ്രശ്നം. വലിയ രീതിയിലുള്ള വിഷയങ്ങളിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് നമുക്കിതിനെ എങ്ങനെ കാണാൻ പറ്റും? ഇതിപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഈ ചിറയൻകീഴിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനമായിട്ട് വിഷയം ഉയർത്തിക്കൊണ്ട് വരുന്ന ഒരു ടീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദളിത് കോൺഗ്രസ്. അത് ഇതിനകത്ത് തന്നെ ഒരു ഈ SC/ST വിഭാഗം ഉണ്ടല്ലോ, സംവരണത്തിന് മണ്ഡലമായതുകൊണ്ട് തന്നെ അവർക്ക് പ്രശ്നമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഉന്നയിക്കുന്ന വാദം വളരെ ക്ലിയർ ആണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മത്സരിപ്പിക്കാൻ ആൾക്കാരുണ്ട്. അതായത് SC/ST വിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ള നേതാക്കന്മാർ നിരവധി, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും. അത് ഈ പറയുന്ന പോലെ KPCC ജനറൽ സെക്രട്ടറിമാർ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. എന്നിട്ട് അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന ആൾക്കാരുണ്ട്, മെമ്പർമാരുണ്ട്, ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കുന്നവരുണ്ട്. ഇവരിങ്ങനെ പറയുന്ന കുറേയധികം ആൾക്കാർ ഇപ്പോഴും നിലവിൽ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട്. കോൺഗ്രസ് ഈ SC/ST വിഭാഗത്തിൽപ്പെട്ട അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യമുള്ളൂ, എന്തിനാണ് വടക്ക് നിന്ന് ഒരാളെ കെട്ടിയിറക്കി ഇവിടെ കൊണ്ടുവന്നിടുന്നത്? രമ്യ ഹരിദാസിനെ പോലെ ഒരു നേതാവിനെ ഭയങ്കര പരാജയപ്പെട്ട ഒരു നേതാവാണ് ശരിക്കും പറഞ്ഞാൽ ഈ രമ്യ ഹരിദാസ് എന്ന് പറയുന്നത്. ഭയങ്കര പരാജയപ്പെട്ട ഒരു നേതാവാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം ആലത്തൂരിൽ നിന്ന് ജയിച്ചു. അത് ആ ട്രെൻഡിനനുസരിച്ച് പോയി എന്ന് മാത്രമേ ഉള്ളൂ. ആ ട്രെൻഡ് അതായിരുന്നു. കാരണം എന്തായിരുന്നു ആ ട്രെൻഡെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലരും പറയും ശബരിമല വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രെൻഡാണെന്ന്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ശബരിമല ട്രെൻഡല്ല. കാരണം കേരളത്തിലേക്ക് ഒരു ദേശീയ നേതാവ് മത്സരിക്കാൻ എത്തുന്നു. രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായി ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ സീറ്റ് കൊടുക്കുകയും തുടർന്ന് അന്ന് നരേന്ദ്രമോദി സർക്കാർ താഴെ ഇറങ്ങി രാഹുൽ ഗാന്ധി ജയിച്ച് അവിടെ പ്രധാനമന്ത്രിയാവുക എന്ന് പറയുന്ന വലിയൊരു പ്രചരണം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രചാരണത്തിൻ്റെ ഭാഗമായിട്ട് രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും അതിൻ്റെ തലപ്പത്തേക്ക് വരട്ടെ എന്നുള്ള ശക്തമായ ആഗ്രഹത്തിൻ്റെ പുറത്തൊരു ട്രെൻഡ് ആഞ്ഞു വീശിയതാണ്. ഒരു ദേശീയ നേതാവ് വന്ന് മത്സരിക്കുമ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ ട്രെൻഡ് മൊത്തത്തിൽ ചേഞ്ച് ആവും. അത് തന്നെയാണ് കണ്ടത്. പിന്നെ ആ ട്രെൻഡിനനുസരിച്ച് ജയിച്ചു പോയ ഒരാളാണ് രമ്യ ഹരിദാസ്. അല്ലാതെ അസാമാന്യ നേതൃപാടവം കൊണ്ടോ അസാമാന്യമായ ശക്തിവിശേഷം കൊണ്ടോ അല്ലെങ്കിൽ അസാമാന്യമായ ഒരു പൊതുപ്രവർത്തന രീതി കൊണ്ടോ ഒന്നും ജയിച്ചു പോയ ഒരാളൊന്നുമല്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ വന്ന് പാട്ടും പാടി അങ്ങനെ നിന്ന് തോക്കാൻ വേണ്ടി വരണ്ട എന്ന് തന്നെയാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത്. കാരണം രമ്യ ഹരിദാസ് അന്നും ഇന്നും ഈ പറയുന്ന പോലെ നാടൻ പാട്ട് പാടിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തന രീതിയാണ്. പക്ഷെ പാട്ട് പാടിക്കൊടുത്താൽ മതിയോ സാധാരണക്കാർക്ക്? പോരാ. ഏറ്റവും പരാജയപ്പെട്ട ഒരു MP ആയിരുന്നു രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തെ സംബന്ധിച്ച്. അതുകൊണ്ടാണല്ലോ തൊട്ടടുത്ത തവണ 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ടാണ് രമ്യ ഹരിദാസ് പരാജയപ്പെട്ടത്? അവിടെ രാധാകൃഷ്ണൻ അവിടെ നിന്ന് വിജയിച്ച സമയത്ത് എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഈ പറയുന്ന പോലെ ജനങ്ങളുമായി അടുത്ത് ഇടപഴകി അല്ലെങ്കിൽ അവരുമായി പ്രവർത്തിച്ചുള്ള ശീലമില്ല. നാടൻപാട്ട് പാടിയെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ദളിത് ആയിപ്പോയോണ്ടോ അല്ലെങ്കിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവരായിപ്പോയത് കൊണ്ടോ അങ്ങനെ ആവണം, അല്ലെങ്കിൽ അതൊരു ക്വാളിറ്റി അല്ല. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ക്വാളിറ്റി അതൊന്നുമല്ല. ജനങ്ങളുമായി ഇടപഴകാനുള്ള കഴിവും ഒരു പ്രദേശത്ത് തനിക്ക് കിട്ടിയ ഒരു പൊസിഷൻ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാനും കഴിയാത്ത ഒരു നേതാവിനെ എന്തിനാണ് ഈ ആലത്തൂരുകാർ വീണ്ടും ചുമക്കേണ്ടത്? അതുകൊണ്ട് തന്നെ ആലത്തൂരുകാർ മനഃപൂർവ്വം തോൽപ്പിച്ചതാണ്. അതിനുശേഷം ഇതേ രമ്യ ഹരിദാസ് തന്നെ ചേലക്കരയിൽ നിന്ന് മത്സരിക്കുന്നു. ചേലക്കരയിൽ നിന്ന് മത്സരിച്ചപ്പോഴെന്താ സംഭവിച്ചത്? UR പ്രദീപ് എന്ന് പറയുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് മുമ്പിൽ മുട്ടുകുത്തിപ്പോയി. അപ്പം എന്താ കാരണം അവിടെ? അപ്പം അവിടെ സംഭവിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിവില്ലായ്മയാണ്. അങ്ങനെ കഴിവില്ലാത്ത ഒരാളെ കൊണ്ട് കെട്ടിവെക്കേണ്ട ഒരു സ്ഥലമാണോ തിരുവനന്തപുരം ജില്ല? അത് ഇപ്പൊ ഈ കഴിവില്ലാത്തത് കൊണ്ട് തന്നെ വേണ്ട എന്ന് കഴിവില്ല. അവര് തോക്കാൻ വേണ്ടി വന്ന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ചിറയൻകീഴ് പോലൊരു സ്ഥലത്ത് എന്തിനാണ് തോക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടിടുന്നത്, അതും വടക്കുന്നൊരു സ്ഥാനാർത്ഥിയെ? അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ രമ്യ ഹരിദാസിനെ തന്നെ ചൂസ് ചെയ്തത്? അത് രമ്യ ഹരിദാസിനെ ചൂസ് ചെയ്ത് തെക്കൻ ജില്ലകളിലുള്ള ചില ആൾക്കാരെ ഒതുക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവർ ശക്തമായി പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് ഷുക്കൂർ പറഞ്ഞ പോലെ എനിക്ക് പലതും തുറന്നു പറയേണ്ടി വരും എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഭീഷണി. കാര്യം കോൺഗ്രസ്സുകാർ വീഴാൻ സാധ്യതയുള്ള ഒരേ ഒരു വാക്കതാണ്, എനിക്ക് പലതും വെട്ടിത്തുറന്ന് പറയേണ്ടി വരും. ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാൽ അവിടെ തീരും. ഏതെങ്കിലും തമാശയല്ല പറഞ്ഞത്. ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ദുരവസ്ഥ അതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു CPM നേതാവിനെ അല്ലെങ്കിൽ നേതൃത്വത്തെ
വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പലതും തുറന്നു പറയേണ്ടി വരുമെന്ന് ഏതെങ്കിലും ഒരു CPM നേതാവ് പാർട്ടി സെക്രട്ടറിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടോ? അല്ല, നമ്മൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ പാർട്ടി സെക്രട്ടറി അത് ആരായിക്കോട്ടെ, പിണറായി വിജയൻ ആയിക്കോട്ടെ, അതിനുശേഷം വന്ന പിന്നെ കോടിയേരി സഖാവ് ആയിക്കോട്ടെ, അതിനുശേഷം വന്ന MV ഗോവിന്ദൻ മാഷ് ആയിക്കോട്ടെ, ഇവരുടെ ആരുടെയെങ്കിലും മുഖത്ത് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി നേതാവ് ഞാൻ വല്ലതും തുറന്ന് പറഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആകെപ്പാടെ തുറന്ന് പറയാൻ വന്ന ഒരേ G. സുധാകരനാണ് ഈ അടുത്ത സമയത്ത്. ആ G. സുധാകരൻ തുറന്നു പറഞ്ഞിട്ട് എന്തോ ആയി, നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പിന്നെ G. സുധാകരനെതിരായിട്ട് അവിടെ ബഹുജന പ്രക്ഷോഭമല്ല, ഒരു പിന്നെ ശക്തി പ്രകടനം നയിക്കാൻ പോവാണ് അവിടെ. പിന്നെ VS-ന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് ആരംഭിക്കുന്നത് എന്താണ് അവിടെ. അപ്പോൾ പാർട്ടി അവിടെ ശക്തമായി, പാർട്ടിയുടെ ശക്തി തെളിയിക്കാൻ പോകും പിന്നെ G. സുധാകരനെതിരായിട്ട്. VS-ന്റെ മണ്ണാണെന്നേ ആലപ്പുഴ, അത് ചുവന്ന മണ്ണാണ്, അതിനകത്ത് മാറ്റമൊന്നും വരില്ല. അപ്പോൾ അവിടെ വന്നിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്ന ഇനി ഏത് കൊലകൊമ്പം പറഞ്ഞിരുന്നാലും അതങ്ങനെ നടക്കില്ല. കാര്യം അത് ചുവന്ന മണ്ണ് തന്നെയാണ്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കിക്കോളൂ, ഇവിടെ രമ്യ ഹരിദാസിനെ ചുരുട്ടാൻ വേണ്ടിയിട്ട് ഇവർക്ക് വേണമെങ്കിൽ പറയാം, ഇങ്ങനെ എവിടെയെങ്കിലും പ്രക്ഷോഭം നടന്നിട്ടുണ്ടോ? ഞങ്ങൾക്ക് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഒരു CPM-കാർ പ്രക്ഷോഭം നടത്തിയിട്ടുണ്ടോ? എൻ്റെ അറിവിലില്ല. ഞങ്ങൾക്ക് കിട്ടുന്ന CPM-നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന ഏതൊരു സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥി എത്ര മോശക്കാരനാണെങ്കിലും അല്ലെങ്കിൽ ജയസാധ്യത കുറഞ്ഞ സ്ഥാനാർത്ഥിയാണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവിടുത്തെ CPM-ന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാരുടെ ഒരു അജണ്ട. അവരങ്ങനെ തന്നെ ചെയ്യും, അവർ ആ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ കോൺഗ്രസിലുള്ള പോലെ തമ്മിലടിക്കത്തില്ല, അധികാരം ആഗ്രഹിച്ച് തമ്മിലടിയില്ല. ആരാണോ നിൽക്കുന്നത് അവർക്ക് വേണ്ടി ആവുന്ന പോലെ പ്രവർത്തിക്കും. അതെ, ടേം വ്യവസ്ഥ വന്നില്ലേ? ടേം വ്യവസ്ഥ വന്ന സമയത്ത് അടുത്ത മന്ത്രിസ്ഥാനം ശൈല ടീച്ചറിന്റെ കാര്യം തന്നെ ഞാൻ പറയാം. ടേം വ്യവസ്ഥ വന്നതോട് ശൈല ടീച്ചറിനെ മന്ത്രിസ്ഥാനത്തു നിന്ന് മാറ്റി പകരം വീണ ജോർജിനെ മന്ത്രിയാക്കുന്നു. എപ്പോഴെങ്കിലും ശൈല ടീച്ചർ വന്നിട്ട് പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ടോ? എനിക്ക് കടുത്ത നിരാശയുണ്ട്, ഞാൻ ഇത്തവണയും മന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന് പിന്നെ ശൈല ടീച്ചർ എവിടെയെങ്കിലും പ്രസ്താവിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നെ മന്ത്രിയാക്കേണ്ടതല്ലേ? എന്നാൽ ഒരുപറ്റം ആളുകൾ പറഞ്ഞു ശൈല ടീച്ചറിനോട് കാണിച്ച നീതികേടാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എന്നിട്ടും ശൈല ടീച്ചർ കുലുങ്ങിയോ? പാർട്ടിയുടെ തീരുമാനം. ഇതാണ് ആത്യന്തികമായി ഏതൊരാളും CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന അങ്ങനെ പാർട്ടി തീരുമാനം. ഇപ്പൊ നോക്കൂ, ഉടുമ്പൻചോലയുടെ മുത്താണ് മണിയാശാൻ. സീരിയസ് ആയിട്ട് പറയാണ്, ഉടുമ്പൻചോലയുടെ മുത്താണ്. ആ മണിയാശാനെ സംബന്ധിച്ചിടത്തോളം മണിയാശാൻ ഇത്തവണ മത്സരിക്കേണ്ട എന്ന് പാർട്ടി പറഞ്ഞു. മണിയാശാൻ ശിരസാ വഹിച്ചു. മണിയാശാന്റെ നാട്ടുഭാഷയിലുള്ള ചൊല്ലുകളൊന്നും ഇങ്ങോട്ട് പുറത്തെടുത്തില്ല. എന്താ എന്നിട്ട് മണിയാശാൻ പറഞ്ഞു, G. സുധാകരൻ പോയപ്പോൾ മണിയാശാൻ പറഞ്ഞ എന്താ? പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് MM മണി, ഇല്ലെങ്കിൽ മണി വെറും ഷൂ. ഇതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ MM മണിക്ക് അറിയാം, MM മണി എന്ന് പറയുന്ന മണിയാശാനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് തന്നെ ഇങ്ങനെ ആക്കിയത് എന്നുള്ള ബോധമുണ്ട്. അതുകൊണ്ടാണ് മണിയാശാൻ പറഞ്ഞു ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും ഒന്നുമില്ല, പാർട്ടിയുടെ തീരുമാനം ഏറ്റെടുക്കുന്നു. ഇങ്ങനെ പാർട്ടിയുടെ തീരുമാനം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് മാറി നിൽക്കുന്ന എത്ര നേതാക്കന്മാരുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ? K. സുധാകരൻ മത്സരിക്കേണ്ട എന്ന് പാർട്ടി പറഞ്ഞു, ഞാൻ മത്സരിക്കും എന്ന് തീർത്ത് പറഞ്ഞു. ആലോചിച്ച് നോക്കിക്കോണം, അതിൻ്റെ ഒരു ട്രെൻഡ് ആലോചിച്ച്. MV ഗോവിന്ദൻ മാഷ് പാർട്ടി സെക്രട്ടറിയെ മത്സരിക്കേണ്ട പാർട്ടി പറഞ്ഞു, അല്ലെങ്കിൽ അത് തീരുമാനം പാർട്ടി സെക്രട്ടറി മത്സരിക്കേണ്ടെന്നേ, വേണ്ട മത്സരിക്കേണ്ട. അപ്പോൾ എന്ത് സംഭവിച്ചു? MV ഗോവിന്ദൻ മാഷ് മത്സര രംഗത്ത് നിന്ന് മാറിയുന്നു. ഷംസീർ അദ്ദേഹത്തെ പിന്നെ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച് വന്ന് പിന്നെ സ്പീക്കറായിരുന്നു. ഇത്തവണ മത്സരിക്കേണ്ട, സീറ്റ് കൊടുക്കുന്നില്ല എന്ന് തീരുമാനം വന്നാൽ ഷംസീർ പറയും എനിക്ക് പലതും തുറന്നു പറയാനുണ്ടെന്ന്. പറയില്ല. ഇതാണ് സംഘടനാ സംവിധാനം എന്ന് പറയുന്ന ഒരു കാര്യം. അതാണ് സംഘടനാ സംവിധാനം. ഈ സംഘടനാ സംവിധാനം LDF-നകത്തുണ്ട്, അല്ലെങ്കിൽ CPM-നകത്തുണ്ട്. അതേസമയം അപ്പുറത്തോട്ട് UDF-ലില്ല. അതുകൊണ്ടാണ് രമ്യ ഹരിദാസിനെ അവിടെ കെട്ടിയേൽപ്പിക്കാൻ നോക്കിയപ്പോൾ, അല്ലെങ്കിൽ അവിടുത്തുകാരുടെ തലയിലേക്ക് കെട്ടിയേൽപ്പിക്കാൻ നോക്കിയപ്പോൾ അവർ ശക്തമായി പ്രതിഷേധിച്ചത്. ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളെ പോലുള്ള ദളിതന്മാർ അക്ഷീണം പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ശരിയല്ലേ? ഒരു നാട്ടിലെ ഒരു പ്രാദേശിക തലത്തിൽ നിൽക്കുന്ന കുറേയധികം സാധാരണ നേതാക്കന്മാർ പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഇതെല്ലാം പ്രവർത്തിച്ച് അവർ ഈ പറയുന്ന ഇപ്പൊ ബാബു ദിവാകരൻ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ. പത്തനംതിട്ട DCC അധ്യക്ഷനായിരുന്നില്ല അദ്ദേഹം? നോക്കൂ, അടൂര് നഗരസഭാ ചെയർമാനായിട്ടിരുന്നൊരു വ്യക്തിയാണ്. ഒടുവിൽ അവിടെ കഴിവുകെട്ട നേതാക്കന്മാരെ അവിടെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയായിട്ട് അവരോധിക്കാൻ പോയപ്പോഴാണ് പറയുന്നത് 10 പേരെ ഞാൻ കാണിച്ചു കൊടുക്കാന്നാണ് ബാബു ദിവാകരൻ പറയുന്നത്. ഒന്നല്ല 10 പേരെ എൻ്റെ കൂടെ ഒരു ദിവസം നടക്കാനുള്ള സമയം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതാണ് പ്രശ്നം. അപ്പൊ ഇവരെയൊക്കെ വെറും നോക്കുകുത്തികളാക്കിക്കൊണ്ട് ഇതുപോലെ പ്രവർത്തിച്ചുകൊണ്ട് ഇപ്പൊ ബാബു ദിവാകരന്റെ കാര്യം ഒരുപക്ഷെ വിദ്യക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതായിരിക്കും. അദ്ദേഹത്തിന് വീട് പോലും ഇല്ല, ജപ്തിയിലായി. അദ്ദേഹം ഒരു അപേക്ഷ കൊടുത്ത സമയത്ത് ഫ്രം അഡ്രസ് വെച്ചപ്പോൾ അത് ബാബു ദിവാകരൻ, എന്നിട്ട് താഴെ എഴുതിയത് സ്വന്തമായി വീടില്ലാത്തതുകൊണ്ട് സ്ഥിരമായ മേൽവിലാസമില്ല എന്നെഴുതിയിട്ടാണ് അപേക്ഷ കൊടുത്തത്. അങ്ങനെ അതൊരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു നേതാവ്
അത് നഗരസഭ ചെയർമാനായിട്ട് ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന വീടിന്റെ ഇഷ്യൂ ഉണ്ടാവുന്നതും പിന്നീട് അത് ജപ്തിയിലോട്ട് പോകുന്നതും വീട് ഒഴിഞ്ഞ് വിറ്റ് പോവുമായിരുന്നു. ഇപ്പൊ വീടില്ല. അതായത് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞില്ലേ, പേഴ്സണലി അറിയാം. കാരണം ഈ അടൂര് കോൺഗ്രസ്സുകാരെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന്റെ പാർട്ടി കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെട്ട ഒരു വീടായിരുന്നു അത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പൊ പുള്ളി എന്ത് ചെയ്തു, രാജിവെച്ചു. രാജിവെച്ചു. ഇതാണ് പ്രശ്നം. എവിടെ നിന്നെങ്കിലും കുറെ സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്നിട്ട് അവരുടെ തലയ്ക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. ഇതുവരെ ഒരു അടിച്ചേൽപ്പിക്കില്ല. രമ്യ ഹരിദാസ് ആലത്തൂരും ചേലക്കരക്കാർക്കും വേണ്ടാതെ തഴഞ്ഞിട്ടിരുന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നിട്ട് ഈ ഇവരുടെ തലയിലോട്ട് ഒഴിഞ്ഞിട്ട് കൊടുത്താൽ ആ പാവപ്പെട്ടവർ ഇത്രയും കാലം എന്തിനാ നാട്ടിൽ കിടന്ന് പണിയെടുത്തത്? അവരാ നാട്ടിൽ കിടന്ന് പണിയെടുക്കുകയല്ലേ. അവർ ചെയ്ത തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനോ ഒന്നും യാതൊരു വിലയുമില്ലാതെ അവരെ അങ്ങ് പരമാവധി അവഹേളിക്കുന്നതിന് തുല്യമായ നടപടിക്രമങ്ങളിലേക്കാണ് ശരിക്കും കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല നീക്കുപോക്കുകളും നടക്കുന്നുണ്ടാവാം. പലതരത്തിൽ പലരും ഈ ഷുക്കൂർ പറഞ്ഞ പോലെ ഞാൻ പലതും വെട്ടിത്തുറന്ന് പറയും. അല്ലെ KPCC ആസ്ഥാനം നടന്ന ഇപ്പം പിന്നെ പല രാജ്മോഹൻ ഉണ്ണിത്താൻ പണ്ട് ഈ മുരളീധരനെ കുറിച്ച് പറഞ്ഞ പോലെ അവിടെ പണ്ട് ബക്കറ്റും വെള്ളമായിട്ട് പോയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ചില പിന്നെ എന്താ അപഖ്യാതി പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒരുപക്ഷെ നാളെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവാം. പല കഥകൾ നാളെ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറേയധികം ആൾക്കാർ ഇനി എങ്ങനെയായിത്തീരും ഇതിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയം എന്നുള്ള കാര്യം ഇപ്പോഴും സംശയാസ്പദമായി തന്നെ നിലനിൽക്കുന്നൊരു കാര്യമാണ്.